ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എനർജി എന്താണെന്നൊന്ന് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, അതുപോലെ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. പോസിറ്റീവ് എത്തിക്കണേ. എന്താണ് ഈ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ നിലവിലത്തെ എനർജി? നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ നിലവിലത്തെ എനർജി എന്താണ്, അതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യാം, പിന്നെ നിങ്ങളുടെ പേഴ്സണൽ എനർജി, പിന്നെ എന്താണ് ഫ്യൂച്ചർ എന്ന് നോക്കാം. ഓക്കെ, നോക്കാം. നിങ്ങളുടെ എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ എനർജി വന്നിട്ട് ഫസ്റ്റ് ടെമ്പറൻസ് ആണ്. ടെമ്പറൻസ്, ജഡ്ജ്മെൻറ്റ്, ടവർ, ഹെർമിറ്റ്, 2 ഓഫ് കപ്സ്. ഇതാണ് നിങ്ങളുടെ എനർജി വന്നേക്കുന്നത്. നമുക്ക് 2, 3 ഇതിന്നൊക്കെ എടുക്കാം, അല്ലെങ്കിൽ ഡെക്ക് ഒരു ഡെക്കിൽ നിന്ന് തന്നെ എടുത്താൽ ഡെക്കിലെ കാർഡ്സിൻ്റെ എണ്ണം കുറവല്ലേ, അപ്പം നമുക്ക് 3 ഡെക്കിൽ നിന്ന് എടുക്കാം. അപ്പം നിങ്ങളുടെ എനർജിയാണ് ഫസ്റ്റ് വെച്ചേക്കുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഈ നിമിഷം ഏത് എനർജിയിലാണുള്ളത് ഈ റിലേഷൻഷിപ്പിൽ? മജീഷ്യൻ, 10 ഓഫ് വാണ്ട്സ്, 7 ഓഫ് പെൻറ്റക്കിൾസ്, 6 ഓഫ് വാണ്ട്സ് ആൻഡ് പേജ് ഓഫ് സോർട്സ് ആണ് കേട്ടോ. പേജ് ഓഫ് സോർട്സ് കൊള്ളാം, നല്ല എനർജിയാണല്ലോ. ഇനി എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ? ഇത്രയും കാർഡ്സ് വെച്ചാൽ കവറേജ് കിട്ടുമെന്ന് അറിയത്തില്ല, നോക്കട്ടെ. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്ന് നോക്കാം. 8 ഓഫ് വാണ്ട്സ് ഉണ്ട്, 8 ഓഫ് വാണ്ട്സ്, ദെൻ 2 ഓഫ് പെൻറ്റക്കിൾസ്, ഡെത്ത് ആൻഡ് റീബർത്ത്, 4 ഓഫ് വാണ്ട്സ് ആൻഡ് 9 ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ബോട്ടം ഡെക്കും കൂടെ വെച്ചേക്കാം. നിങ്ങളുടെ നിങ്ങളുടെ ഫ്യൂച്ചറിൻ്റെ ബോട്ടം വന്നേക്കുന്നത് ജസ്റ്റിസ് കാർഡാണ്. അതുപോലെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുടെ ബോട്ടം വന്നേക്കുന്നത് 5 ഓഫ് സ്വോർഡ്സ് ആണ്. നിങ്ങളുടെ എനർജിയുടെ ബോട്ടം ഡെക്ക് വന്നേക്കുന്നത് ഏതാണ്? 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരുടെയും കറണ്ട് എനർജി നോക്കാം. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഫസ്റ്റ് കാർഡ് വന്ന ടെമ്പറൻസ് ആണ്. അപ്പോൾ ഒരു കോംപ്രമൈസ് ആഗ്രഹിക്കുന്നു എന്നാണ്. അതിനർത്ഥം നിങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ഇല്ല, നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിലാണുള്ളത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ജഡ്ജ്മെൻ്റ് ആണ്. ഞാൻ ആ തീരുമാനം എടുത്താൽ, കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനം എടുത്താൽ അത് ശരിയാകുമോ തെറ്റാകുമോ എന്നുള്ളൊരു ജഡ്ജ്മെൻ്റൽ പേടിയിലാണ് നിങ്ങളുള്ളത്. അത് എങ്ങനെ എടുക്കും, ആ കോംപ്രമൈസ് ആരെടുക്കും, അവർ കോംപ്രമൈസ് ചെയ്യാൻ വരുമോ അതോ ഞാൻ കോംപ്രമൈസ് ചെയ്യണോ എന്നുള്ളൊരു ജഡ്ജ്മെൻറ്റിലിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ ടവർ. പക്ഷേ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും കടന്നു പോയിട്ടുള്ള വഴികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കടുത്ത ദേഷ്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ ഹെർമിറ്റ് ആണ്. പെട്ടെന്ന് നിങ്ങൾ സ്റ്റക്ക് ആവുന്നു, നിങ്ങൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നു. അതുപോലെ 2 ഓഫ് കപ്സ്. പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നോക്കുമ്പോൾ അതൊരു സോൾമേറ്റ് കണക്ഷൻ പോലാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതൊരു റീയൂണിയൻ വേണമെന്ന് ആഗ്രഹിക്കുകയും സോൾമേറ്റ് കണക്ഷനായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ബോട്ടം ഡെക്ക്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ അയാൾ തേർഡ് പാർട്ടിയിലേക്ക് പോയി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് ആരാണോ നിങ്ങളുടെ എനർജി ഇതാണ് എങ്കിൽ മാത്രം നിങ്ങൾ അടുത്തതിലേക്ക് പോയിരുന്നാൽ മതി. നിങ്ങൾക്ക് തോന്നുവാണ് ഇതാണ് നിങ്ങളുടെ എനർജി എന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ അടുത്ത ഇതിലേക്ക് പോയാൽ മതി. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു 5 ഓഫ് സോർഡ്സിൻ്റെ എനർജിയിലാണ്. അയാൾ ശരിക്കും പറഞ്ഞാൽ അയാൾക്കറിയാൻ നിങ്ങൾ പെയിൻഫുൾ ആയിട്ടിരിക്കുവാണ്, നിങ്ങൾ വല്ലാതെ വേദനിക്കുന്നുണ്ട് എന്നൊക്കെ അയാൾക്കറിയാം. പക്ഷേ അതറിഞ്ഞുകൊണ്ട് തന്നെ ഒരു നാർസിസ്റ്റ് പേഴ്സണാലിറ്റി പോലുള്ള ഒരാളാണ്
അയാൾ ഒരിക്കലും അയാളുടെ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ചിലപ്പം സ്നേഹം പ്രകടിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അതിനെ വേണ്ട രീതിയിൽ പരിപാലിച്ചുകൊണ്ട് പോകുന്നതിലൊക്കെ വീഴ്ച പറ്റിയിട്ടുള്ള ഒരാളായിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളെ കുത്തി കുത്തി വേദനിപ്പിക്കുക, നിങ്ങളുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുക, ഇമോഷണലി നിങ്ങളെ അൺസ്റ്റേബിൾ ആക്കിക്കൊണ്ടിരിക്കുക, ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതുപോലെ നിങ്ങളെ കരയിപ്പിക്കുക. സെയിം ട്രിഗറിങ് പോയിന്റ് വെച്ചിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വേദനിക്കും എന്നുള്ളത് കൊണ്ട് അത് പറഞ്ഞ് തന്നെ വേദനിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ കരയുന്നുണ്ടോ എന്ന് നോക്കുക, മാറി നിന്നിട്ട് നിങ്ങൾ കരഞ്ഞു കഴിയുമ്പോഴത്തേക്ക് വന്നിട്ട് കരയണ്ട, കരയാൻ വേണ്ടി പറഞ്ഞല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുക. അതായത് ഈ കാർഡ് കണ്ടാൽ അറിയാം നിങ്ങളുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്തിട്ട് അയാളെ നോക്കി ചിരിക്കുന്നതാണ് കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞെല്ലാം കറക്റ്റ് അല്ലേ? അപ്പം അങ്ങനെയുള്ള ട്രേറ്റ്സ് ഉള്ള ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. ശരിക്കും ഒരു സ്വാർത്ഥനായിട്ടുള്ള ഒരാളാണ്. ഇയാൾക്ക് ചുറ്റും ആളുകളുണ്ട്. ഇയാളുടെ തലയിൽ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഇയാളുടെ ചിന്തകളെ സ്വാധീനിക്കാനും ശേഷിയുള്ള ആളുകൾ ഇയാൾക്ക് ചുറ്റും ഉണ്ട്. ഒരു കോമ്പറ്റീഷൻ നിങ്ങൾക്കിടയിൽ എന്നല്ല, നിങ്ങൾക്കും ഈ പേഴ്സണും ഇടയിൽ കോമ്പറ്റീഷൻ, മറ്റാളുകളുടെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അവിടെ ചലഞ്ചിങ് ആയിട്ടുള്ള പല സിറ്റുവേഷൻസും നടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേറ്റിലാണ് നിങ്ങൾ രണ്ടുപേരും, നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഉള്ളതായിട്ട് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മജീഷ്യൻ എന്ന എനർജിയിലാണ് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടെ ഈ വ്യക്തിയുടെ ഓർമ്മ വരുന്നുണ്ടായിരിക്കും. ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഓർക്കണ്ട, കാണണ്ട, മിണ്ടണ്ട എന്ന് വിചാരിച്ചാലും നിങ്ങളൊക്കെ വല്ലാതെ അയാളുടെ ഓർമ്മ വരുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് അയാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ അയാളെ സംബന്ധിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും അയാളുടെ തലയിൽ എടുക്കാൻ പറ്റുന്നതിൽ വലിയ ഭാരമാണ് നിങ്ങളെന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രഷർ ഉണ്ടായിരിക്കും. നിങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ട് പുറത്തുനിന്ന് ഇയാൾക്ക് കിട്ടുന്ന പ്രഷർ ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളും നിങ്ങളുടെ ബന്ധം കാരണം പുറത്തുനിന്ന് ഇയാൾക്കുണ്ടാവുന്ന കോമ്പറ്റീഷൻസും, അതായത് നിങ്ങൾ മാത്രമല്ല മറ്റു പലരും ഇയാളെ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ ആ കോമ്പറ്റീഷനും ഇവിടെ കാണുന്നുണ്ട്. അതാണ് 10 ഓഫ് വാണ്ട് പറയുന്നത്. അതായത് അയാൾക്ക് ഓവർ ബേർഡൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അയാൾ മുന്നോട്ട് വരുന്നില്ല എന്നാണ്. അയാൾ പക്ഷെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ 7 ഓഫ് പെൻറ്റക്കിൾ അയാൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. 6 ഓഫ് വാണ്ട് അയാൾ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അയാൾക്ക് പാസ്റ്റിൽ വളരെ ഗുരുതരമായിട്ടുള്ള മാനസിക പീഡനം അല്ലെങ്കിൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ് ഉണ്ടായിട്ടുള്ള ഒരാളാണ്. 10 ഓഫ് സോഡിന് ശേഷമാണ് പേജ് ഓഫ് സോഡ്. അപ്പോൾ തൊട്ട് മുൻപിൽ ഇയാൾക്ക് പാസ്റ്റിൽ ഇയാൾക്ക് കഠിനമായ ഭീകരമായ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോയിട്ട് വന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അയാൾക്കിപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ ഇയാൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ മാറി നിൽക്കുന്നുണ്ട്. ഇയാൾക്കറിയാം നിങ്ങൾ പെയിൻഫുൾ ആയിരിക്കുകയാണ്. കടന്നു പോകുന്ന ഓരോ നിമിഷവും നിങ്ങൾ വല്ലാതെ പെയിൻഫുൾ ആവുന്നുണ്ടെന്നും വേദനിക്കുന്നുണ്ടെന്നും ഒക്കെ അയാൾക്കറിയാം. പക്ഷേ അയാൾ തീരുമാനം എടുക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല. കാരണം തൊട്ട് മുമ്പ് അയാൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയതാണ് നിങ്ങളെ സ്നേഹിച്ചു എന്നതിൻ്റെ പേരിൽ. അതുകൊണ്ട് അയാൾ തീരുമാനം എടുക്കുന്നില്ല, ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ തയ്യാറാവുന്നില്ല എന്നാണ് പേജ് ഓഫ് സോഡ് പറയുന്നത്. ഓക്കെ, അയാൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ളൊരു സമയം ആയിട്ടില്ല, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. സമയം അനുകൂലമല്ലാത്തത് കൊണ്ട് തീരുമാനം എടുക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ. ഇവിടെ ബോട്ടം വന്നേക്കുന്നത് ജസ്റ്റിസ് ആണ്. അപ്പോൾ നീതി നിഷേധിക്കപ്പെട്ട ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. അതായത് രണ്ടിലൊരാൾ പറയാതെ പോയിട്ടുള്ളതാവാം, അല്ലെങ്കിൽ രണ്ടിലൊരാൾ കൂട്ടത്തിൽ നിന്ന് പുറകെ നിന്ന് കുത്തിയതാവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ 8 ഓഫ് വാണ്ട് ആണ്. ഇവിടെ നിങ്ങളിലേക്ക് ആക്ഷൻ എടുത്ത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുമെന്നും ആക്ഷൻ എടുത്തത് വരുമെന്നും നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അയാൾ ഫോൺ എടുത്ത് മെസ്സേജ് ടൈപ്പ് ചെയ്യുകയോ ഫോൺ ഡയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ നെക്സ്റ്റ് മൊമെൻറ്റിൽ ഇയാൾക്ക് പേടി വരും. കാരണം നിങ്ങൾക്കിടയിലുണ്ടായിരുന്നുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ പുറത്തു നിന്നുള്ള ആളുകൾ നിങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ള സമ്മർദ്ദവും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളെ വീണ്ടും ഫോണിൽ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആയാൽ ഇതേ സാഹചര്യം, ഈ പേജ് ഓഫ് സോഡിൻ്റെ എനർജിയിൽ ഇയാൾ എന്തുകൊണ്ട് നിൽക്കുന്നു, പാസ്റ്റിലുണ്ടായിട്ടുള്ള ആ വീണ് പോയ സാഹചര്യം, ഇയാളെ മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ട് ഇയാൾ വീണ് പോയിട്ടുണ്ട്. അപ്പോൾ ആ സമ്മർദ്ദത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇയാൾക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനേ തോന്നുന്നില്ല. അതാണ് 2 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. അയാൾ മൊമെൻറ്റ് ടു മൊമെൻ്റ് ആണ്. അയാൾക്ക് ഒരു നിമിഷം വേണമെന്ന് തോന്നുന്നു, നെക്സ്റ്റ് മൊമെൻറ്റിൽ വേണ്ടാന്ന് വിചാരിക്കും. കാരണം വരാൻ പോകുന്ന കഴിഞ്ഞു പോയ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്താലോ എന്നുള്ള ഭയം കൊണ്ട് അയാൾ അത് വേണ്ടാന്ന് വെക്കുന്നതായിട്ടാണ് കാണുന്നത്. ദെൻ ഡെത്ത് ആൻഡ് റീബർത്താണ്. ഇയാളിലൂടെ പരിവർത്തനം സംഭവിക്കുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇയാൾ മുൻപുണ്ടായിരുന്ന ആളിൽ നിന്ന് ഒരുപാട് മാറിപ്പോയിട്ടുണ്ടാവും, അയാളുടെ ചിന്താഗതികളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. പക്ഷേ എന്തൊക്കെ മാറ്റം വന്നെന്ന് പറഞ്ഞാൽ അയാൾക്ക് നിങ്ങളോടൊരു സോൾമേറ്റ് കണക്ഷനാണ് ഫീൽ ചെയ്യുന്നത്.
നിങ്ങളുമായിട്ട് റീയൂണിയൻ വേണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം, നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്ന് തന്നെയാണ് അയാൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അയാൾക്ക് അതിലേക്ക് നോക്കുമ്പോൾ ഭയമാണ്. കാരണം അതിലേക്ക് ആ റിലേഷൻഷിപ്പിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് അതിനെ ഉയർത്താൻ അയാൾക്ക് ഭയമാണ്. കാരണം ചുറ്റും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾക്ക് വല്ലാത്ത ഭയമുണ്ടെന്നാണ് കാണുന്നത്. അതുകൊണ്ട് അയാൾക്കൊരു നീതി നടപ്പിലാക്കാൻ പറ്റുന്നില്ല. ഇവിടെ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇയാളുടെ ഭയമാണ് പേടി. ഇവിടെ പറയുന്നത് ഇയാൾ ഭയപ്പെട്ട് മാറി നിൽക്കുന്നതായിട്ടാണ്. ഇയാൾ അനുഭവിച്ച പെയിൻ വീണ്ടും അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളത് കൊണ്ട് ഇയാൾ ഭയന്നിട്ട് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇയാൾ എന്ത് ആക്ഷൻ എടുക്കുമെന്ന് ചോദിച്ചാൽ ഭയങ്കരമായ ആഗ്രഹമുണ്ട്, പക്ഷേ നിലവിൽ അയാൾ ആക്ഷൻ ഒന്നും എടുക്കാനായിട്ട് തയ്യാറല്ല, അയാൾക്ക് പേടിയാണെന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചാൽ അയാൾ ഭയന്ന് നിൽക്കുന്നതായിട്ട് മാത്രമാണ് മനസ്സിലാവുന്നത്. എന്തായിരിക്കും ഇയാൾ എടുക്കാൻ പോകുന്നൊരു ആക്ഷൻ നോക്കാം. എന്തായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ എടുക്കാൻ പോകുന്നൊരു ആക്ഷൻ? എന്തായിരിക്കും ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മനസ്സിലുള്ള പേഴ്സൺ എന്തൊരു തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത്? ഒരു 3 കാർഡ് സ്പ്രെഡ് എടുക്കാം. സ്റ്റാർ കാർഡുണ്ട്, ഹെർമിറ്റ് ഉണ്ട്, ഫുൾ കാർഡുണ്ട്. ബോട്ടം വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് സോർട്സ് ആണ്. ശരിക്കും അയാൾക്ക് തീരുമാനം എടുത്ത് മുന്നോട്ട് വരണമെന്ന് ഭയങ്കരമായ ആവേശമുണ്ട്, പക്ഷേ അയാൾക്ക് ഭയമാണ്, നമ്മൾ ഓൾറെഡി കണ്ടു. ഇയാൾക്ക് വളരെ പ്രതീക്ഷയുണ്ട്, പക്ഷേ അയാൾ ആക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധം സ്റ്റക്കായി നിൽക്കുവാണ്. പക്ഷേ ഒരു പുതിയ തുടക്കം ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ട് അയാൾ പാസ്റ്റിൽ നടന്ന എല്ലാത്തിനെ ഉപേക്ഷിക്കാൻ അയാൾ തയ്യാറാണ്. ഒരു ക്വിക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് സംഭവം എന്ന് പറയുമ്പോൾ ഈ ഹെർമിറ്റായിട്ടിരിക്കുന്ന നിങ്ങളുടെ എനർജി വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഇരിക്കുന്നതെങ്കിലും ഹെർമിറ്റ് എനർജിയിലാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഉള്ളത്. അതായത് നിങ്ങളിൽ സ്പിരിച്വലായിട്ടുള്ള ഒരു ഗ്രോത്ത് നടക്കുന്ന ഒരു സമയമായിരിക്കും. രണ്ടുപേരിലും സ്പിരിച്വലി ഒരു ഗ്രോത്ത് നടക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ആ ഒരു ഗ്രോത്ത് ഒരു അക്കംപ്ലിഷ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു തലത്തിലേക്ക് എത്തിയതിന് ശേഷമായിരിക്കും നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻസ് ഒക്കെ എൻഡ് ആവുന്ന സമയത്തായിരിക്കും ഇയാൾക്ക് ആക്ഷൻ എടുത്ത് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പുതിയ തുടക്കം നിങ്ങളിൽ ഉണ്ടാവുമെന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജിയും ഫ്യൂച്ചറും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി ആൻഡ് ഫ്യൂച്ചർ ആർക്കൊക്കെ റെസണേറ്റ് ആവുമെന്ന് പറയാം. നമ്പേഴ്സ് പറയാം: 6, 14, 20, 16, 9, 2, 1, 17, 9, 0 എന്നൊരു നമ്പർ ഇല്ലല്ലോ, ദെൻ 10, 7, 6, then 11, 12, 8, 2, 13, 4 and 9 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ 5 ഉണ്ട്, ദെൻ 6 ഓൾറെഡി ഞാൻ പറഞ്ഞു, 9 ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്പേഴ്സ്. സ്പെല്ലിങ്സ് പറയാം: PTJ, T വന്നിട്ടുണ്ട്, H വന്നിട്ടുണ്ട്, C വന്നിട്ടുണ്ട്, K വന്നിട്ടുണ്ട്, S, MW, PS, D, W, F, W, S, W, പിന്നെ S, P, J, S, K, S, O ഇതൊക്കെയാണ് ലെറ്റേഴ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ആർക്കൊക്കെ റെസണേറ്റ് ആവും, ഈ പേര്, ഈ ലെറ്റേഴ്സും ഈ നമ്പേഴ്സും ആർക്കൊക്കെ റെസണേറ്റ് ആവും അവർക്കായിരിക്കും ഈ റീഡിങ് കൂടുതലായിട്ട് റെസണേറ്റഡ് ആവാൻ സാധ്യത. ഓക്കെ, റെസണേറ്റ് ആണെങ്കിൽ മാത്രം എടുക്കുക, അല്ലാന്നുള്ളവർ ഈ റിലേഷൻഷിപ്പ് റീഡിങ്ങിനെ വിട്ട് കളഞ്ഞേക്കുക. ഇത് നിങ്ങളുടെ റീഡിങ് അല്ലാന്ന് തന്നെ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജിയും ഫ്യൂച്ചറും. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് റെസണേറ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ പ്ലീസ് ടു സബ്സ്ക്രൈബ്. 4000 പേരാണ്, 4000-ന് മിച്ചം ആളുകൾ ഇന്നലെ വീഡിയോ കണ്ടിട്ടുണ്ട്, പക്ഷേ ആകെ 500 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.